ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, എ പേഷ്യന്റ് പ്രസൻസ് വിത്ത് ഗ്രീസി സ്കെയിൽസ് ഓവർ ദി സ്കാൽപ്പ്, ഐബ്രോ ആൻഡ് നേസോലേബിയൽ ഫോൾഡ്. വിച്ച് ഓർഗാനിസം ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹിസ് കണ്ടീഷൻ? സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണോ, കാൻഡിഡ ആൽബിക്കൻസ് ആണോ, മലാസീസിയ സ്പീഷീസ് ആണോ, സ്ട്രെപ്റ്റോകോക്കസ് പയോജെൻസ് ആണോ? ഏത് പേഷ്യന്റ് ആണ് പ്രസന്റ് ഗ്രീസി സ്കെയിൽസ് ഓവർ ദി? സി കറക്റ്റ് ആണ്. കാരണം സെബോറിക് ഡെർമറ്റൈറ്റിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മലാസിസിയ കൊളനൈസേഷൻ, അതായത് ഈസ്റ്റ് കൊളനൈസേഷൻ ആണ്. ഒക്കോസിൻ സെബം റിച്ച് ഏരിയാസിലാണ് കാണപ്പെടുന്നത്. നോട്ട് പ്രൈമർലി ബാക്ടീരിയൽ ഓർ കാൻഡിഡ റിലേറ്റഡ് അല്ല. കസീൻ ഇൻ ഡാൻഡ്രഫ് ആൻഡ് മോർ സിവിയർ ഫോംസ്. ഓക്കെ, നെക്സ്റ്റ്, എ പേഷ്യന്റ് പ്രസൻസ് വിത്ത് റിക്കറന്റ് ആന്റീരിയർ എപ്പിസ്റ്റാക്സിസ്. Which vascular structure is most commonly involved? A patient presents with the recurrent anterior epistaxis. Which vascular structure is most commonly involved? Sphenopalatine artery, greater palatine artery, Kisselbach plexus, and posterior. നോക്കാം ശരിയാണെന്നുള്ളത്. കറക്റ്റ് ആണ്. കിസൽബാച്ച് പ്ലെക്സസ് പറയുന്നത് ഇതൊക്കെ എന്താണ്? ഇതെന്താണ്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ലിറ്റിൽസ് ഏരിയ അല്ലെ? നമുക്ക് ലിറ്റിൽസ് ഏരിയ എന്ന് പറയാം. ഓക്കെ, ലിറ്റിൽസ് ഏരിയ ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ആന്റീരിയർ എപ്പിസ്റ്റാസിസ്. ആന്റീരിയർ എപ്പിസ്റ്റാസിന്റെ 90% ഉണ്ടാവുന്നത് എവിടെയാണ്? ലിറ്റിൽസ് ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് എ വാസ്കുലാർ നെറ്റ്വർക്ക് ഫോമഡ് ബൈ ബ്രാഞ്ചസ് ഓഫ്. ഏതൊക്കെ ഈ കീസൽ ബാച്ച് പ്ലക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നെറ്റ്വർക്ക് ഓഫ് വാസ്കുലാർ ആണ് അല്ലെ? വാസ്കുലാർ ബ്രാഞ്ചസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ്. എന്തൊക്കെ ആർട്ടറീസ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്? ആന്റീരിയർ എത്തുമോയിഡൽ ആർട്ടറി, സ്പീനോ പലറ്റൈൻ ആർട്ടറി, സുപ്പീരിയർ ലേബിയൽ ആർട്ടറി. സോ ഹൈലി പ്രോൺ ടു ട്രോമയാണ്. നോസ് പിക്കിംഗ്, ഡ്രൈ എയർ, ഇതൊക്കെ എന്താണ്? ക്യാൻ കോസ് ട്രോമ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. A patient with a posterior epistaxis continues to bleed despite anterior packing. What is the next best management? അതായത് ആന്റീരിയർ പാക്കിംഗ് കൊടുത്തിട്ടും പേഷ്യന്റ് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് മാനേജ്മെന്റ്? റിപ്പീറ്റ് ആന്റീരിയർ പാക്കിംഗ്, ദെൻ പോസ്റ്റീരിയർ നെസൽ പാക്കിംഗ് ആൻഡ് ഇമ്മീഡിയറ്റ് ഡിസ്ചാർജ്. ഏതാണ് ആൻസർ? സി പോസ്റ്റീരിയർ നെസൽ പാക്കിംഗ് കറക്റ്റ് ആണ് അല്ലേ? കാരണം എന്താണ്? സ്റ്റെപ്പ് വൈസ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് പ്രഷർ കൊടുക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ആന്റീരിയർ നേസൽ പാക്കിങ്സ് കൊടുക്കുക, ദെൻ പോസ്റ്റീരിയർ നേസൽ പാക്കിങ്സ് ഇഫ് പെർസിസ്റ്റന്റ്. പിന്നെയും ആന്റീരിയർ നേസൽ പാക്കിംഗ് കൊടുത്തിട്ടും പേഷ്യന്റ് എന്താണ് ബ്ലീഡിങ് ഇതുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ പ്രൊവൈഡ് പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ്. പോസ്റ്റീരിയർ നെസൽ പാക്കിംഗ് ആണ് ബ്ലീഡിംഗ് പെർസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. ആർട്ടീരിയൽ ലൈഗേഷൻസ്, എംബോളൈസേഷൻസ് ഒക്കെ ചെയ്യാം. ദെൻ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് മോർ സിവിയർ ആണ്, റിക്വയേഴ്സ് ആന്റീരിയർ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് എന്താണ് റിക്വയേഴ്സ് അഗ്രസീവ് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് മോർ സിവിയർ ആണ്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് മോർ സിവിയർ എന്ന് പറയാൻ കാരണം? ആസ്പിരേഷൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ലീൻ ഫോർവേഡ് ആയിട്ട് നിൽക്കാൻ പറയുന്നത്. നമ്മൾ ആസ്പിരേഷൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. വിച്ച് കോംപ്ലിക്കേഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ഇഫ് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ഈസ് ലെഫ്റ്റ് അൺട്രീറ്റഡ്? അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ലെഫ്റ്റ് അൺട്രീറ്റഡ് ആണ്. ഏത് കോംപ്ലിക്കേഷൻ ആണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ആണ്. ഇൻഫെക്ഷൻ മേ സ്പ്രെഡ് ഫ്രം മിഡിൽ ഇയർ. ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത് മിഡിൽ ഇയർ ആണ് അല്ലെ? അവിടെ നിന്നിട്ടാണ് മാസ്റ്റോഡ് എയർ സെൽസിലോട്ട് പോകാം. മാസ്റ്റോഡ് എയർ സെൽസിലോട്ട് പോയി ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മാസ്റ്റോഡ് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ദാറ്റ് ഇസ് കോൾഡ് മാസ്റ്റോയിഡൈറ്റിസ് എന്ന് പറയാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പോസ്റ്റ് ഓറിക്കുലർ സ്വെല്ലിംഗ് വരാം, ഫീവർ വരാം, ഇയർ ഡിസ്പ്ലേസ്മെന്റും നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് കാണാം. ഓക്കെ, സീരിയസ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് പേഷ്യൻസിന്? ഇവിടെ ക്വസ്റ്റ്യൻ വന്നതാണ് മോസ്റ്റ് ലൈക്ലി കോംപ്ലിക്കേഷൻ. ഓക്കെ, സീരിയസ് കോംപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? മെനിഞ്ചൈറ്റിസും ബ്രെയിൻ ആബ്സസും ആണ്. മെനിഞ്ചൈറ്റിസ് ആൻഡ് ബ്രെയിൻ ആബ്സസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം.
Which structure is primarily responsible for aqueous humor drainage? Ciliary body, retina, trabecular meshwork and lens. ഏതാണ്? നോക്കാം. trabecular meshwork. കറക്റ്റ് ആൻസർ ആണ് ട്രബിക്കുലർ മെഷർക്ക്. കാരണം എന്താണ്, അക്വസ് ഹ്യൂമർ പാത്വേ എന്ന് പറയുമ്പോൾ എന്താണ്, ഇസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ സിലിയറി ബോഡി ആണ് ആൻഡ് ഡ്രെയിൻസ് ബൈ ട്രബിക്കുലർ മെഷർക്ക്. ഓക്കെ, നമ്മുടെ അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, സിലിയറി ബോഡി ആണ് ആൻഡ് ഡ്രെയിൻ ചെയ്യുന്നത് വയ ട്രബിക്കുലർ മെഷർക്ക് വഴി. ഓക്കെ, ഷീൽഡ്സ് ഷീൽഡ്സ് കനാൽസ് എന്ന് പറയാം. ഓക്കെ, ഷീൽഡ്സ് കനാൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബ്ലോക്കേജ്, ഇങ്ങനെ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഈ അക്വസ്യൂമർ ബ്ലോക്കേജും, പക്ഷെ ബ്ലോക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇൻട്രാ ഒക്കുലാർ പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് എന്താണ്, ICP, ഇൻട്രാ ഒക്കുലാർ പ്രഷർ, IOP കൂടുതലുള്ള പേഷ്യൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദിസ് മേ ലീഡ്സ് ടു എന്താണ്, ഇത് എന്തെങ്കിലും ബ്ലോക്കേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, IOP കൂടാം, ഇൻട്രാ ഒക്കുലാർ പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഇൻട്രാ ഒക്കുലർ പ്രഷർ നോർമൽ റേഞ്ച് എത്രയാണ്, 10 to 15. ഓക്കെ, നമുക്ക് 10 to 15 അല്ല, ഇപ്പം 10 to 21 mmHg വരെയും വരാം കേട്ടോ. 10 to 21 mmHg വരെയും വരാം. 21 മോർ ദാൻ 21 mmHg ഒക്കെ ആകുമ്പോൾ നമുക്ക് ഗ്ലക്കോമയായിട്ട് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, 10 to 12 കേട്ടോ, 10 to 21 എന്നായിക്കോണേ. 10 to 21 mmHg ആണ്. മോർ ദാൻ 21 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലക്കോമയാണെന്ന് പറയാം. ഓക്കെ, ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളിലും വരാം. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വരുമ്പോൾ IOP ലെസ് ദാൻ 10 mmHg ആയിരിക്കും കേട്ടോ, ലെസ് ദാൻ 10 mmHg. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. ജനീവ സ്കോർ ഈസ് പ്രൈമർലി യൂസ്ഡ് ടു. ജനീവ സ്കോർ എന്തിനാണ് പ്രൈമർലി നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഡയഗ്നോസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അസസ് സിവിയാരിറ്റി ഓഫ് ആസ്മ, പൾമണറി എംബോളിസം പ്രോബബിലിറ്റി, ഇവാലുവേറ്റ് സ്ട്രോക്ക് റിസ്ക്. ഏതാണ്? ബോക്സ് ഇടാം. ആൻസർ നോക്കാം. ഞാനിത് പഠിപ്പിച്ചതാണ്, മെഡ്സർജി ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചതാണ്. എന്താണ്, പൾമണറി എംബോളിസം പ്രോബബിലിറ്റി നോക്കാനാണ് അല്ലേ. നമ്മൾ DVT, പൾമണറി എംബോളിസം ഒക്കെ, DVT ഒന്നും പൾമണറി എംബോളിസം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ജനീവ സ്കോർ എന്ന് പറയുന്നതാണ് ഒരു വലിയൊരു സ്കോറാണ്, സ്കോറിംഗ് ക്രൈറ്റീരിയ കേട്ടോ. ഓക്കെ, ജനീവ സ്കോർ ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ പ്രഡിക്ഷൻ ടൂൾ ആണ്. ഓക്കെ, ഓക്കെ, പൾമണറി എംബോളിസം ജനീവ സ്കോർ നമ്മൾ ഫസ്റ്റ് എന്താണ്, ജനീവ സ്കോർ ക്ലിനിക്കൽ പ്രഡിക്ഷൻ ടൂൾ ആണെന്ന് പറയാം അല്ലെ. പ്രീ ടെസ്റ്റ് പ്രോബിലിറ്റി ഓഫ് പൾമണറി എംബോളിസം വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്, അസസ് ചെയ്യുന്നതാണ് ഈ ജനീവ സ്കോറിൽ. സോ ഹെൽപ്പ് ടു ഗേറ്റ് ഫർദർ ടെസ്റ്റുകളും ഉണ്ട്. നമുക്ക് ഡി ഡൈമർ, നമുക്ക് ഡി ഡൈമർ നോക്കുമ്പോൾ എന്താണ്, ബോഡിയിൽ എവിടെയൊക്കെ ക്ലോട്ട് ഉണ്ടോ അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ബോഡിയിൽ എവിടെയൊക്കെ ക്ലോട്ട് ഒക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്താണ് നമുക്ക് എങ്കിൽ ഡി ഡൈമർ ലെവൽസ് എലിവേറ്റഡ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡി ഡൈമർ ലെവൽ നമ്മൾ നോക്കിയിട്ട് വേണം. നോർമലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, എത്രയാണ്, 0.5 ആയിരിക്കും അല്ലേ, 5 ഓക്കെ ആയിരിക്കും. ലെസ് ദാൻ 0.05 ഒക്കെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ CT പൾമണറി ആൻജിയോഗ്രാഫി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, കൺഫർമേഷന് ഇതാണ് നമ്മുടെ റിവൈസ്ഡ് ജനീവ സ്കോർ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്ത് കൊടുക്കുക, റിവൈസ്ഡ് ജനീവ സ്കോർ. ക്ലിനിക്കൽ വേരിയബിൾസ് ഉണ്ട്, ഏജ്. ഓക്കെ, നമുക്ക് പോയിന്റ്സ് കൊടുക്കണം ഓരോ ചെക്ക് ലിസ്റ്റ് കണക്ക്. ഓക്കെ, ഏജ് മോർ ദാൻ 65 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്കോർ 0.1 കൊടുക്കണം. പ്രീവിയസ് DVT വെച്ചാൽ ഡീപ് വെയിൻ ത്രോംബോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എത്ര കൊടുക്കണം, പൾമണറി എംബോളിസം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സ്കോർ 3 കൊടുക്കാം. സർജറി ഓർ ഫ്രാക്ചർ വിത്തിൻ 1 month ഒക്കെ ആണെങ്കിൽ 2 കൊടുക്കുക. ആക്റ്റീവ് മാലഗ്നൻസി ആണെങ്കിൽ 2 കൊടുക്കാം. യൂണിലാറ്ററൽ ലോവർ ലിംബ് പെയിൻ ആണെങ്കിൽ 3 കൊടുക്കാം. ഹീമോപ്ടൈസിസ് ആണെങ്കിൽ 2 കൊടുക്കാം. ദെൻ ഹാർട്ട് റേറ്റ് 75-നും 94/minute ഇടയ്ക്കാണെങ്കിൽ 3 കൊടുക്കാം. ഹാർട്ട് റേറ്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു 95/minute ആണെങ്കിൽ 5 കൊടുക്കാം. പെയിൻ ഓൺ ലോവർ ലിംബ് ഡീപ് വെയിനസ് പാൽപേഷൻസ്
ആൻഡ് യൂണിലാറ്ററൽ എഡിമയൊക്കെ ആണെങ്കിൽ 4 കൊടുക്കാം. ഓക്കെ, ഇതില് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. സ്കോറിന്റെ ഒരു 0ക്കും 3ക്കും ഇടയ്ക്കാണെങ്കിൽ ജനീവ സ്കോർ 0 to 3 ആണെങ്കിൽ ലോ പ്രോബബിലിറ്റി ആണ്. 4 to 10 ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രോബബിലിറ്റി ആണ്. മോർ ദാൻ ഓർ ഈക്വൽ ടു 11 ആണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ജനീവ സ്കോറിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ,